ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ ഓരോന്നിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇൻസ്റ്റൻറ്റ് അല്ലാത്ത ഈസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, ഒരു 10 മിനിറ്റെങ്കിലും. അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി. ഞാൻ അതിലേക്ക് പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. 250 ml കപ്പിൽ ഒരു 1/4 കപ്പോളാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണേലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഇത്രയും വെള്ളമാണ് കേട്ടോ ഞാൻ ബാക്കി വെച്ചത്. അത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മൈദ ആക്കി കൊടുത്ത് ഇവിടെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ആക്കി കൊടുത്തത്. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുമ്പോൾ വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആകുമ്പോൾ വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മൈദ ആക്കി കൊടുത്തത് കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒരു ബോളാക്കിയിട്ട് എടുത്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിന് മുകൾ ഭാഗത്തൊക്കെ ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതേപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് തുറന്ന് നോക്കിയത്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരേപോലെയുള്ള പോർഷനാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ആദ്യം നമുക്ക് ഇവിടെ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം വേണം ഒരേപോലെയുള്ള സൈസിലാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 10 എണ്ണം ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ സൈസിലുള്ള കുബൂസാണ് വേണ്ടതെങ്കിൽ ഒരു 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്ത ശേഷം ഇതേപോലെ പ്ലേറ്റിലാണ് ഞാൻ പരത്തി വെക്കുന്നത്. ഇതേപോലെ ഓരോ ബൗൾസാക്കി വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എല്ലാ ബോൾസും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി കിട്ടും. അതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ നമുക്ക് ചുട്ടെടുക്കാം. നനവുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് വേണം അതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവുമേ. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് പിന്നെ മൈദപ്പൊടി ആക്കി കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ കനത്തിലോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചെങ്കിലും കനത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. അങ്ങനെ പരത്തിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. ഇതേപോലെ റൗണ്ടിലെല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നമ്മൾ പരത്തി വെക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത ശേഷം ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. എല്ലാം അതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റിന് ശേഷം വേണം നമ്മൾ ചുട്ടെടുക്കാൻ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രോസ്റ്റഡ് ചിക്കനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഈ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ ഇതൊന്ന് ചുട്ടെടുക്കാം. ആദ്യം അതിൽ ഇട്ടെടുത്ത ശേഷം ഒരു ഭാഗം കുറച്ചൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം 2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ഇതേപോലെ ഒന്ന് പൊങ്ങി വരും. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. മുകൾ ഭാഗം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ബബിൾസ് ഒന്ന് പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. തിരിച്ചിട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് പൊങ്ങി വരും. കുറച്ചൊന്ന് പൊങ്ങി വന്ന ശേഷം സൈഡ് ഭാഗം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം എല്ലാ ഭാഗവും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൽ കൂടെ ആവി പോകുന്നുണ്ട്. അപ്പോൾ ഈ ബബിൾസ് പൊട്ടാതെ വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് നല്ലോണം പൊങ്ങി കിട്ടുക. അടുത്തത് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഒന്ന് കുറച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം ഇതേപോലെ കുറച്ചൊന്ന് ബബിൾ വന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറയണത്. ഇതേപോലെ സൈഡ് ഭാഗം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടും. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പെട്ടെന്ന് കരിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വേവാതെ ചിലപ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതേപോലെ നമുക്ക് എല്ലാ കുബൂസും ചുട്ടെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. ഇത് മുഴുവൻ ഇതേപോലെ ചുട്ടെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചതാണ്. ഓരോന്ന് ചുട്ടെടുത്ത ശേഷം ഇതേപോലെ അടച്ച് വെച്ചാൽ മതി. ഇനി ഒരു അടപ്പില്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. ഒരു ഉൾഭാഗമൊക്കെ നല്ല വെന്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കുബൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രോസ്റ്റഡ് ചിക്കനും ഗാർലിക് സോസും ടൊമാറ്റോ സോസും ഒക്കെയാണ് ഞാൻ തയ്യാറാക്കിയത്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ റെസിപ്പിയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.